അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ എമ്പുരാൻ സിനിമ കാണാൻ പോവുകയാണ്. ഖത്തറിലാണ്, ഏഷ്യൻ ടൗണിലാണ് മൂവി ഉള്ളത്, ഫാൻ ഷോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അർജുൻ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം എനിക്കങ്ങനെ ഫാൻ ഷോ ഒന്നും പോയിട്ട് മുമ്പ് ശീലമില്ലാത്തതാണ്. അപ്പോൾ സജസ്റ്റ് ചെയ്തു, എന്തുകൊണ്ടൊരു ഫാൻ ഷോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ. ഇവിടുത്തെ ടൈം ഭയങ്കര വ്യത്യാസമാണ്. കാരണം നാട്ടിലൊക്കെ എനിക്കൊന്ന് രാവിലെയാണ്, ഇവിടെ ഇപ്പോൾ രാത്രിയല്ല, പുലർച്ചെ 3:30. അപ്പോൾ നമ്മളൊരു 2 മണിക്ക് ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. പോയി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സിനിമ കയറാനാണ് പ്ലാൻ. എന്തായാലും മൂവിയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അവിടെ വെച്ച് കാണാം. നമ്മളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് തിയേറ്ററിലേക്ക് പോയത്. പിന്നെ അവിടെ ഫാൻസിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തി കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് സമയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഓഫീസിൽ പോകാനായി. ഞാൻ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇവിടുന്ന് പറയുന്നില്ല. എന്തായാലും എല്ലാവരും കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയാം. പിന്നെ ഹൗസ്ഫുള്ളായിരുന്നു അവിടെ. ലാലേട്ടൻ ഫാൻസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ ഒരു ഭയങ്കരമായൊരു ബ്ലോക്ക് ബസ്റ്റർ രീതിയിൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. നല്ല വീഡിയോഗ്രാഫി ആയിരുന്നു. അതുപോലെ അതായത് ഒരു എൻട്രി സീനൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ, ഉഷാറാണ്. പിന്നെ നമ്മുടെ മുണ്ട് മാടിക്കെട്ടി സീനൊക്കെ ലാലേട്ടൻ്റെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും പോലെ തന്നെ അതൊക്കെ കലക്കിയിട്ടുണ്ട്. എവിടെയോ കുറച്ച് ബാക്കി വെച്ച പോലെ ഒരു ഫീല് വന്നു. മേ ബി അത് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഐ ഡോണ്ട് നോ. മറിച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ലാസ്റ്റിലൊക്കെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളം മൂവി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ മേക്കിംഗ് ആയിരുന്നു. ഈവൻ ആക്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും ഈവൻ ഡയറക്ഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും ഉഷാറാണ്. നല്ലൊരു ക്യാമറയൊക്കെ പോകുന്ന ചില ആംഗിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി ഇരുന്ന് പോയ ചില സീനുകളുണ്ട്. ചില ഫൈറ്റിംഗ് സീൻസൊക്കെ ഉഷാറാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒരു 100%-ൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കുന്നു പറഞ്ഞാൽ ഐ വിൽ ലൈക്ക് മേ ബി 70% എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, മേ ബി ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ എങ്കിൽ പോലും അതിൻ്റെ സെയിം ഒരു പ്രതീക്ഷ വെച്ച് പോകേണ്ട ആവശ്യമില്ല. ഇതിനെ വേറെ തന്നെ ഒരു മൂവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല വേറെ ആൾക്ക്. അപ്പോൾ എല്ലാവരും സിനിമ കാണാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കാണേണ്ട രീതിയിലൊക്കെ ആ സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക കമൻസിൽ. അപ്പോൾ വേറെ ദിവസം കാണാം കേട്ടോ. ശരി, ഗുഡ് ബൈ, താങ്ക് യു.